என்னால் முடியும் வாரே என் ஜீவன் பிரியும் வாரே என் சுவாசமொழியும் வாரே உம்மையே ஆராதிப்பேன் உம்மையே ஆராதிப்பேன் என் நாள்கள் முடியும் வாரே என் ஜீவன் பிரியும் வாரே என் சுவாசம் மொழியும் வாரே உம்மையே ஆராதிப்பேன் உம்மையே ആരാധിപ്പേൻ. ഹല്ലേലൂയ. അപ്പാ എൻ്റെ ആഗ്രഹം അതൊന്നു മാത്രമാണ്, എൻ്റെ വാഞ്ചയൊന്നും അത് മാത്രമാണ്. ഇന്ന് ഹല്ലേലൂയ ഈ സമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ നാളുകൾ മുടിയും വരെ, എൻ്റെ ജീവൻ പിരിയും വരെ അങ്ങേ എനിക്ക് ആരാധിക്കണം. അങ്ങേ മുഖാമുഖം കാണും വരെ അങ്ങേ മാത്രം സ്തുതിക്കണം, അങ്ങേ മാത്രം ആരാധിക്കണം, അങ്ങേ മാത്രം സ്നേഹിക്കണം. ഹല്ലേലൂയ. അങ്ങോട് പറ്റിച്ചേർന്ന് ഓരോ ദിവസവും അങ്ങേ സ്തുതിപ്പാൻ ഞാൻ കൃപ നൽകണമേ. അങ്ങനെ ആണെങ്കിൽ ചേർന്ന് കരങ്ങളൊക്കെ തട്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. உம்மை ஆராதிப்பேன் உம்மை ஆராதிப்பேன் உம்மை ஆராதிப்பேன் உம்மை ஆராதிப்பேன் என் நாள்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன் உம்மையே ஆராதிப்பேன். தாயின் கருவில் உருவாகும் முன்னே பேர் சொல்லி அழைத்தவர் நீரே. தாயினும் மேலாக அன்பு வைத்து நீர் எனக்காக ஜீவன் தந்தீரே. ஓ தாயின் கருவில் உருவாகும் முன்னே பேர் சொல்லி அழைத்தவர் நீரே. தாயினும் மேலாக அன்பு வைத்து எனக்காக ஜீவன் தந்தீரே. என் நாள்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பேன். என் நாள்கள் முடியும் வரை என் ஜீவன் பிரியும் வரை மொழியும் வரே உம்மையே ஆராதிப்பேன். என் நாள்கள் முடியும் வரே என் ஜீவன் பிரியும் வரே என்
ശ്വാസമൊളിയും വരെ ഉമ്മയെ ആരാധിപ്പേ, ഉമ്മയെ ആരാധിപ്പേ. എത്തനെ മൂരെ ഇടറിനാലും അത്തനെയും മന്നിത്തീരെ, നന്മയും കൃപയും തുടരെ ചെയ്ത് എന്നെ വീണ്ടും നടക്കവേ തീരെ. എത്തനെ മൂരെ ഇടറിനാലും അത്തനെയും മന്നിത്തീരെ, നന്മയും കൃപയും തുടരെ ചെയ്ത് വീണ്ടും നടക്കവേ തീരെ. എന്നാളുകൾ മുടിയും വരെ, എൻ ജീവൻ പിരിയും വരെ, ശ്വാസമൊളിയും വരെ ഉമ്മയെ ആരാധിപ്പേ. എന്നാളുകൾ മുടിയും വരെ, എൻ ജീവൻ പിരിയും വരെ, മൊളിയും വരെ ഉമ്മയെ ആരാധിപ്പേ. എന്നാളുകൾ മുടിയും വരെ, ഓ എൻ ജീവൻ യേശുവേ, എനിക്കങ്ങേ ആരാധിക്കണം. എന്തെല്ലാം വന്നാലും എൻ്റെ ജീവിത അവസാനം വരെ ആ നാമത്തെ മാത്രം ഉയർത്തണം. എനിക്ക് വേണ്ടി ജീവനെ തന്നവനെ, എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ആ കാൽവറി ഊറ്റി തന്ന നല്ല കർത്താവിന്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അങ്ങേ മാത്രം ആരാധിക്കുക. എന്നിൽ മേൽ ഒരു കൃപ പകരണമേ. എന്നാളുകൾ മുടിയും വരെ, എൻ ജീവൻ പിരിയും വരെ, എൻ ശ്വാസമൊളിയും വരെ ഉമ്മയെ ആരാധിപ്പേ, ഉമ്മയെ ആരാധിപ്പേ, ഉമ്മയെ ആരാധിപ്പേ, ഉമ്മയെ ആരാധിപ്പേ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളും അനുഗ്രഹീതരും ധന്യരും സുരക്ഷിതരുമായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ, നാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാദയയാലും ശക്തിയാലും അത്രേ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് തിരുവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യൂദായുടെ ലേഖനം 3-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് കയറാം. യൂദായുടെ ലേഖനം 3-ാം വാക്യം, നമുക്ക് ഒരുമിച്ച് ആ വാക്യത്തെ വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. ഈ വാക്യം എഴുതുമ്പോൾ യൂദാ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. പ്രിയരെ എന്ന് വിളിച്ച് ആരംഭിക്കുകയാണ്. കാരണം അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ യൂദാ പ്രവേശിക്കുമ്പോൾ ഭയങ്കര തീക്ഷ്ണമായ ഗൗരവപരമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ന്യായവിധിയുടെ വിവിധ തലങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശിക്ഷകളെക്കുറിച്ച് ഗൗരവകരമായ കാര്യമാണ് താൻ തൻ്റെ അനുവാചകരോട്, തന്നെ ശ്രവിക്കുന്നവരോട് സംസാരിക്കുന്നത്.
എന്നാൽ അത് താൻ അറിയിക്കുന്നതിന് മുമ്പേ അവരോട് പറയുകയാണ്, പ്രിയരെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ യൂദാ ഇവിടെ കൺവേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ഇതാണ്: ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഒത്തിരി പ്രിയമുണ്ട്. പക്ഷെ ഗൗരവപരമായ കാര്യങ്ങൾ ഞാൻ അടുത്തത് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ ശത്രുവായി ഗണിക്കരുത്. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ സത്യം പറയുകൊണ്ട് നിങ്ങൾക്ക് ശത്രുവായി പോയോ എന്ന് ചോദിക്കുകയാണ്. മറ്റൊരിടത്ത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എഴുതിയ ലേഖനം നിങ്ങൾക്ക് ദുഃഖമായി തീർന്നു എന്ന്. ശുശ്രൂഷയിൽ ദൈവം നമ്മുടെ മേലാക്കിയിരിക്കുന്ന ദൈവഭൃത്യന്മാർ, അവർ നമ്മുടെ മേലുള്ള സ്നേഹത്തെ എപ്പോഴും വാത്സല്യമായിട്ടും കരുണയായിട്ടും മനസ്സലിവായിട്ടും മാത്രമായിരിക്കത്തില്ല പ്രകടിപ്പിക്കുന്നത്. യൂദാ പ്രിയരെ എന്നിവിടെ വിളിച്ച് ആരംഭിക്കുമ്പോൾ ആ തൻ്റെ സ്നേഹബന്ധത്തിനകത്താണ് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ ഒരു മുൻപരിചയമുള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. ഭയങ്കര തീക്ഷ്ണമായി, ഗൗരവകരമായി, നശിപ്പിച്ചു കളയും, ശിക്ഷാവിധി വരും, ചങ്ങലക്കിടും, വിവിധമായിട്ടുള്ള ഭയങ്കരമായ ഗൗരവകരമായ കാര്യമാണ് യൂദാ പറയുന്നത്. പക്ഷെ ഇത്ര ഗൗരവകരമായ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ ശത്രുവാക്കരുത്, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം. ഇന്ന് ഞാൻ എൻ്റെ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, മാതാപിതാക്കൾ ശാസിക്കുന്നത് കൊണ്ട്, ജ്യേഷ്ഠ സഹോദരങ്ങൾ ശാസിക്കുന്നത് കൊണ്ട്, സഭാ ശുശ്രൂഷകർ ശാസിക്കുന്നത് കൊണ്ട്, ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മുടെ മേൽ ഉത്തരവാദിത്വമുള്ളവർ നമ്മളെ ശാസിക്കുന്നത് കൊണ്ട് അവർ നമ്മുടെ ശത്രുവായി പോകരുത്. അതാണ് യൂദാ ഇവിടെ പറയുന്നത്, പ്രിയരെ എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. 3-ാം വാക്യത്തിൽ 2 പ്രധാന സംഗതികളാണ് അദ്ദേഹം പറയുന്നത്. 1 പൊതുവിലുള്ള രക്ഷ, 2 വിശുദ്ധന്മാർക്ക് നൽകപ്പെട്ട വിശ്വാസം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ രക്ഷ പൊതുവിൽ നൽകപ്പെടുകയാണ്, പക്ഷെ വിശ്വാസം പൊതുവിലല്ല നൽകപ്പെടുന്നത്, വിശ്വാസം വിശുദ്ധന്മാർക്ക് നൽകപ്പെടുകയാണ്. നിങ്ങൾ ആ വാക്യത്തിലേക്ക് ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. അടുത്തതായി പറയുകയാണ്, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ഇവിടെ 2 സംഗതികളെ യൂദാസ്ലീഹ പറയുകയാണ്. 1 രക്ഷയുടെ ഒരു അവസ്ഥ പറയുകയാണ്, രക്ഷ പൊതുവിലുള്ളതാണ്. പക്ഷെ വിശ്വാസത്തെക്കുറിച്ച് അടുത്ത ഭാഗത്ത് പറയുകയാണ്, വിശ്വാസം അത് പൊതുവിലുള്ളതല്ല, വിശ്വാസം ഒരു കൂട്ടർക്ക് മാത്രമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്, ഒരു കൂട്ടർക്ക് മാത്രമായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആകയാൽ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഞാൻ ആരംഭത്തിങ്കൽ പറഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് കയറാം. സഹോദരങ്ങളെ, രക്ഷ പൊതുവിലുള്ളതാണ്. രക്ഷ ഒരു ഗ്രൂപ്പിനുള്ളതല്ല, രക്ഷ ഒരു സഭക്കാർക്കുള്ളതല്ല, രക്ഷ ഒരു കുടുംബക്കാർക്കുള്ളതല്ല, രക്ഷ ഒരു ജാതിക്കാർക്കുള്ളതല്ല, രക്ഷ ഒരു ഭാഷക്കാർക്കുള്ളതല്ല. രക്ഷ സാർവലൗകികമായി പൊതുവിലുള്ള രക്ഷയാണ്. ദ സാൽവേഷൻ കോമൺ ടു ഓൾ, എല്ലാവർക്കും. അത് പഠിച്ചവനും പണ്ഡിതനും പാമരനും, പഠിച്ചവനും പഠിക്കാത്തവനും, അവർണനും സവർണനും, സമ്പന്നനും ദരിദ്രനും, പാപിക്കും നീതിമാനെന്ന് ചിന്തിക്കുന്നവനും, വിശ്വാസിക്കും അവിശ്വാസിക്കും, സകലരുടെയും മുൻപാകെ ഒരുപോലെ നീട്ടപ്പെട്ടിരിക്കുന്നതാണ് സാൽവേഷൻ, ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്നുള്ളത്, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിടുതലെടുക്കുക എന്ന് പറയുന്നത്, അത് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ. പ്രാർത്ഥനാക്കുറവുള്ളവന് രക്ഷ ഇല്ല, അങ്ങനെയല്ല. പ്രിയരെ, നമ്മുടെ രക്ഷ അത് പൊതുവിലുള്ളതാണ്. എ കോമൺ സാൽവേഷൻ. എന്താണ് ഈ കോമൺ സാൽവേഷൻ? യൂദാ ഇവിടെ പറയുകയാണ്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. വാട്ട് ഈസ് ദ സാൽവേഷൻ ഇൻ കോമൺ? സാൽവേഷൻ ഇൻ കോമൺ അല്ലെങ്കിൽ പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ പുനരുദ്ധാനത്താൽ മാനവരാശിക്ക് ലഭിച്ച പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും സകല പൈശാചിക ആധിപത്യത്തിൽ നിന്നുമുള്ള രക്ഷയാണ് പൊതുവിലുള്ള രക്ഷ. ഇറ്റ് ഈസ് അവൈലബിൾ ടു എവരിബഡി. അത് ലോകത്തിലുള്ള ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ആ രക്ഷ പ്രാപ്യമാണ്. അത് ഏത് വയസ്സിലുള്ളവരായിരുന്നാലും ഏത് നിലവാരത്തിലുള്ളവരായിരുന്നാലും. ഞാൻ മരിക്കാറായി അതുകൊണ്ട് ഇനി എനിക്ക് രക്ഷ കിട്ടുകയില്ല എന്നല്ല,
മരണത്തിന് മിനിറ്റുകൾക്ക് മുൻപാണ്, മരണത്തിനല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപാണ് ക്രൂശിലെ കള്ളന് യേശു രക്ഷ നൽകുന്നത്. ആ രക്ഷ പ്രാപിച്ചിട്ട് താൻ എവിടെയും പോയി സുവിശേഷം പറയാൻ പോകുന്നില്ല. ആ രക്ഷ പ്രാപിച്ചിട്ട് താൻ എവിടെയും പോയി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുന്നില്ല. ആ ക്രൂശിലെ കള്ളനെ രക്ഷിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിനോ ദൈവസഭയ്ക്കോ സുവിശേഷത്തിനോ യാതൊരു പ്രയോജനവും ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷേ ആ മനുഷ്യന് പോലും ദൈവം രക്ഷ നൽകുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു രക്ഷ അപ്രാപ്യമായി തോന്നുന്നുവെങ്കിൽ അധൈര്യപ്പെടരുത്. നോ, ദ സാൽവേഷൻ ഈസ് കോമൺ. അത് എല്ലാവർക്കും ഉള്ളതാണ്. ദൈവം എനിക്കത് തരികയില്ലായിരിക്കും, ആ വിടുതൽ എനിക്ക് കിട്ടുകയില്ലായിരിക്കും, ആ സൗഖ്യം എനിക്ക് കിട്ടുകയില്ലായിരിക്കും, ആ സന്തോഷം എനിക്ക് കിട്ടുകയില്ലായിരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ളതായ ഒരു രക്ഷ, പൊതുവിലുള്ള രക്ഷ അത് കോമൺ ആയിട്ട് കൊടുക്കുമ്പോൾ അത് ദാനമായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ കുരുത്തോല എന്തിയ വെള്ള നിലയങ്കി ധരിച്ച മഹാപുരുഷാരം, ആ പുരുഷാരത്തെക്കുറിച്ച് പറയുന്നത് എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം എന്നാണ്. രക്ഷ ലഭിച്ചവർ എത്ര പേരാണ്? എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. അപ്പൊ എണ്ണമിട്ടല്ല രക്ഷ കൊടുത്തത്, നമ്പർ ഇട്ടല്ല രക്ഷ കൊടുത്തത്, ലിസ്റ്റ് എഴുതി അല്ല രക്ഷ കൊടുത്തത്. എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം കുരുത്തോലയേന്തി രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന് ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ വിശ്വാസത്തെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോ? വിശ്വാസം അത് ഫെയ്ത്ത് ഇൻ കോമൺ, പൊതുവിലുള്ള വിശ്വാസം എന്നല്ല പറഞ്ഞത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. രക്ഷ ദാനമായി കൊടുക്കുകയാണ്. പക്ഷേ വിശ്വാസം ദാനമായി കൊടുക്കുകയല്ല, വിശ്വാസം ഭരമേൽപ്പിക്കുകയാണ്. വിശ്വാസം ഭരമേൽപ്പിക്കുകയാണ്. ഒരു സാധനം ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സാധനം ദാനമായി തരിക എന്ന് പറഞ്ഞാൽ അത് ലഭിക്കുന്നയാൾക്ക് എന്തും ചെയ്യാം. പക്ഷെ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കുവാൻ കടപ്പെട്ടവനാണ്. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കണക്ക് ബോധിപ്പിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവനാണ്. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കേടുവരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് പോവുക എന്നല്ല, ഒരു സമയത്തേക്ക് സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഉത്തരവാദിത്തത്തോടുകൂടെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. രക്ഷ സൗജന്യമായി നമുക്ക് നൽകുമ്പോൾ വിശ്വാസം ഒരു ഉത്തരവാദിത്തത്തോടുകൂടെ നമ്മുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെടുന്നതാണ്. ആ തിരിച്ചറിവിലാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതാന്ത്യത്തിങ്കൽ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസത്തെ എന്തു ചെയ്തു? കെപ്റ്റ് മൈ ഫെയ്ത്ത്. ഞാൻ വിശ്വാസത്തെ സൂക്ഷിച്ചു, ഞാൻ വിശ്വാസത്തെ നഷ്ടപ്പെട്ടു പോകാതെ കാത്തുകൊണ്ടുവെന്ന്. അതുകൊണ്ടാണ് ഹുമനിയോസിനെയും അലക്സാണ്ടറിനെയും കുറിച്ച് പൗലോസ് പറയുമ്പോൾ പറയുന്നത്, അവരുടെ വിശ്വാസ കപ്പലിനെ അവർ തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് സഭയോട് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം പോയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുവെന്ന്. വിശ്വാസം ഭരമേൽപ്പിച്ചതാണ്. നമ്മൾ അടുത്ത ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൽ ആഴമായി ചിന്തിക്കാം. വിശ്വാസം, എന്നിലും നിങ്ങളിലുമുള്ള വിശ്വാസം ദൈവം സൗജന്യമായി വെറുതെ ദാനമായി തന്നതല്ല. ആ വിശ്വാസത്തെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. കീപ്പിംഗ് ഫെയ്ത്ത് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. സ്റ്റാൻഡിങ് ഇൻ ഫെയ്ത്ത് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മൾ വിശ്വസിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, വിശ്വാസത്തെ സൂക്ഷിക്കുക, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസത്തെ കളയുന്നത്, പ്രശ്നങ്ങൾ വരുമ്പോൾ സംശയിക്കുന്നത്, പ്രശ്നങ്ങൾ വരുമ്പോൾ പിറുപിറുക്കുന്നത്, അതൊരു ദൈവ പൈതലിന് അനുവദനീയമല്ല. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൂടി നടത്തുമ്പോൾ അവർ പിറുപിറുക്കുന്നതിനെ ദൈവം വിമർശിക്കുന്നത്. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അതിലേക്ക് കയറും. ഇസ്രായേലിൻ്റെ മേലുള്ള ദൈവിക ന്യായവിധിയുടെ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഞാനതിനെ സ്പർശിക്കുന്നില്ല. പക്ഷേ എൻ്റെ ദൈവമക്കളോട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ മേൽ ദൈവം നൽകിയ വിശ്വാസത്തെ നമ്മൾക്ക് മുറുകെ പിടിക്കണം, നമ്മളതിനെ സൂക്ഷിക്കണം. ആ വിശ്വാസത്തെ വിട്ടുകളയരുത്. വിശ്വാസത്തിൻ്റെ പരിശോധനകൾ വരും, വിശ്വാസത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ വരും, വിശ്വാസത്തിനെതിരെ 1000 ചോദ്യങ്ങൾ വരും. പക്ഷേ ആ വിശ്വാസത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം, ആ വിശ്വാസത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. എന്നിട്ട് പറയുകയാണ്, ഈ വിശ്വാസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി, ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നമ്മുടെ വിശ്വാസം നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ വലിയ തന്ത്രശാലികൾ വരും,
നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ പല സാഹചര്യങ്ങൾ വരും. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പല ബുദ്ധി കൂർമ്മതയുമായി ആൾക്കാർ വരും. നിന്റെ ദൈവം എവിടെ, നീ ഇനി പ്രാർത്ഥിച്ചിട്ടെന്ത് ഫലമെന്ന് ചോദിക്കുവാൻ പലയിടങ്ങളിൽ നിന്ന് യുദ്ധങ്ങൾ കടന്നു വരും. ഇയ്യോബിന്റെ വീട്ടിൽ നിന്ന്, ഇയ്യോബിന്റെ സ്നേഹിതരിൽ നിന്ന്, ഇയ്യോബിന്റെ ശരീരത്തിൽ നിന്ന്, ഇയ്യോബിന്റെ മനസ്സിൽ നിന്ന് ഒക്കെയും ഇയ്യോബിനെതിരെ വെല്ലുവിളി വന്നു. ഇനിയും നീ നിന്റെ വിശ്വാസത്തെ, ഭക്തിയെ എന്തിനു മുറുകെ പിടിച്ചുകൊള്ളുന്നു? നോ, we should not lose our faith. നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കണം. കാരണം ഈ വിശ്വാസം നമ്മൾ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. അവിടെ പറയുകയാണ്, ഈ വിശ്വാസത്തെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പോരാടണം. നമ്മുടെ വിശ്വാസത്തെ മോട്ടിച്ചു കൊണ്ടുപോകാൻ, നമ്മുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളവാൻ ദൈവം നമ്മുടെ പക്കൽ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന, ദൈവം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പറിച്ചു കളയാൻ, ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ ഉലച്ചു കളയാൻ ശത്രു നാനാ തന്ത്രങ്ങൾ മെനയുമ്പോൾ നമുക്കുറപ്പോടെ ദൈവസന്നിധിയിൽ നിൽക്കാം. ഞാൻ എൻ്റെ വിശ്വാസത്തെ വിട്ടുകളയത്തില്ല. എത്ര പ്രതികൂലം വന്നാലും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് വിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം പോരാടി വിശ്വാസത്തെ മുറുകെ പിടിക്കാം. ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്നും കൂടെ കടന്നു വരാം. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ ആദ്യ ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. 3-ാം വാക്യം, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ. സകല പ്രയത്നവും ചെയ്യുകയിൽ. യൂദാ പറയുകയാണ്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സൗകര്യം കിട്ടുകയാണെങ്കിൽ എഴുതാൻ നല്ല പറഞ്ഞു കേട്ടോ, പറ്റുവാണെങ്കിൽ എഴുതാൻ നല്ല പറഞ്ഞു കേട്ടോ, എല്ലാവർക്കും ഒത്തുവരുവാന്ന് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ചെയ്യാമെന്നല്ല പറഞ്ഞത്. diligently he was eager to write, he was eager to describe, he was diligent to describe. സകല പ്രയത്നവും ചെയ്യുക. തനിക്ക് ലഭിച്ച വിശ്വാസത്തെ, തനിക്ക് ലഭിച്ച രക്ഷയെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ he was diligent. താൻ സകല പ്രയത്നവും ചെയ്യുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, പറ്റുവാണെങ്കിൽ ഉപവസിക്കാം, പറ്റുവാണെങ്കിൽ പ്രാർത്ഥിക്കാം, പറ്റുവാണെങ്കിൽ കുറച്ചു നേരം രാത്രിയിൽ ഉണർന്നിരിക്കാം, പറ്റുവാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകാം, പറ്റുവാണെങ്കിൽ ചെയ്യേണ്ടതല്ലെന്നേ ക്രിസ്തീയ ജീവിതം. അതിനുവേണ്ടി സകല പ്രയത്നവും ചെയ്യുകയിൽ. We should give all diligence, we should make every effort. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ചെയ്യണം. ഏലിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ച പിഴവെന്നറിയാമോ? ഏലിയുടെ അടുക്കൽ ശമൂവേൽ പറഞ്ഞു, നിന്റെ മക്കൾ തെറ്റുന്നു. ഏലി പറഞ്ഞു, ഞാനെന്തോ ചെയ്യാനായിപ്പം, ദൈവമല്ലേ, ദൈവത്തിന് എന്തുവാന്ന് വെച്ചാൽ ചെയ്യട്ടെ. തനിക്കൊരു പാർട്ടുണ്ടായിരുന്നു, തനിക്കവിടെ പ്രയത്നിക്കാമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന്, നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരേണ്ടതിന്, നിങ്ങളുടെ കുടുംബജീവിതം സുരക്ഷിതമാക്കേണ്ടതിന്, നിങ്ങളുടെ സാമ്പത്തിക മേഖല ഭദ്രമാക്കേണ്ടതിന്, ഒരു വ്യക്തിയെ കർത്താവിൽ പിടിച്ചു നിർത്തേണ്ടതിന് എന്തെങ്കിലും ഒന്നുകൂടെ നിങ്ങൾക്ക് ചെയ്യാൻ ബാക്കിയുണ്ടോ? എനി പാർട്ട് മിസ്സിംഗ്? എവിടെ എന്തെങ്കിലും ഒന്നും കൂടെ, ഒരു മിനിറ്റും കൂടെ ഞാൻ അവിടെ നിന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ, ഒന്നും കൂടെ ഞാൻ അവനെ വേണ്ടി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, ഒന്നും കൂടെ ഞാനൊന്ന് സഹിച്ചെങ്കിൽ, സഹിക്കാൻ ഒരു ഇച്ചിരിയെങ്കിലും ബാക്കിയുണ്ടോ? ക്ഷമിക്കാൻ ഒരു അല്പമെങ്കിലും ബാക്കിയുണ്ടോ? സ്നേഹിക്കാൻ ഒരു അല്പമെങ്കിലും ബാക്കിയുണ്ടോ? ശുശ്രൂഷിപ്പാൻ ഒരു അല്പമെങ്കിലും ബാക്കിയുണ്ടോ? സകല പ്രയത്നവും ചെയ്യുകയിൽ. ബാബിലോണിലെ രാജാവായിരുന്ന, പേർഷ്യയിലെ രാജാവായിരുന്ന ദാനിയേലിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുവോളം ദാനിയേലിനെ രക്ഷിക്കുവാൻ താൻ പ്രയത്നം ചെയ്തു, ചെയ്യാവുന്നതിന്റെ മാക്സിമം താൻ ചെയ്തു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. ചെയ്യാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു, സഹിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ സഹിച്ചു, ക്ഷമിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ ക്ഷമിച്ചു, അവനെ കരുതാവുന്നതിന്റെ മാക്സിമം ഞാൻ കരുതി. സകല പ്രയത്നവും ചെയ്യുകയിൽ, സകല പ്രയത്നവും ചെയ്യുകയിൽ. യെരമ്യ 48:10 ഒരു വാക്ക് പറയുന്നുണ്ട്, കർത്താവിന്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യരുത്. ഞാനൊന്ന് പറയട്ടെ, പറ്റുന്നിടത്തോളം ചെയ്തു എന്നല്ല, ചെയ്യാവുന്നിടത്തോളം ചെയ്തു, ചെയ്യാവുന്നിടത്തോളം ചെയ്തു. ഒരുവന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാം, ഒരുവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, ദൈവനാമത്തിന് വേണ്ടിയായിരിക്കാം.
ജീവിതത്തിലെ ഏത് വിഷയത്തിനുമാകട്ടെ, ഇവിടെ യൂദ പറയുകയാണ്, ഞാൻ ചെയ്യാവുന്ന പ്രയത്നം സകലവും ചെയ്തു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വിടുതൽ എടുക്കാൻ വേണ്ടി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. ഈ ജീവിതത്തെ ഒന്ന് ജയകരമാക്കി എടുക്കുവാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. ഈ ജീവിതത്തിൻ്റെ കളർ ഒന്ന് മാറ്റുവാൻ, ഈ ജീവിതത്തിൻ്റെ നന്മയൊന്ന് കാണുവാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. ഈ ലെവൽ ഒന്ന് പാസ്സാകുവാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. യൂദ പറയുകയാണ്, ഞാൻ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. ഞാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ജനത്തെ ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. സകല പ്രയത്നവും ചെയ്യാവുന്നതിൻ്റെ പരമാവധി, ഉപവസിക്കാവുന്നതിൻ്റെ പരമാവധി, പ്രാർത്ഥിക്കാവുന്നതിൻ്റെ പരമാവധി, ഉറക്കൊഴിയാവുന്നതിൻ്റെ പരമാവധി, പഠിക്കാവുന്നതിൻ്റെ പരമാവധി, ഓടാവുന്നതിൻ്റെ പരമാവധി, ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി, സഹിക്കാവുന്നതിൻ്റെ പരമാവധി സകല പ്രയത്നവും ചെയ്യുകയിൽ നമുക്കൊരു തീരുമാനത്തോടെ മുമ്പോട്ട് പോകാം. എന്തെങ്കിലും പറ്റുന്നത് പോലെ ചെയ്യുമെന്നല്ല, ചെയ്യാവുന്നിടത്തോളം ചെയ്യും. ഒരുക്കമല്ലേ? നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാം. ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാം. ദൈവം നിങ്ങളെ അതിന് സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.